തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകി. അപ്പൊ ശമ്പളം കിട്ടും, അതിന്റെ 80% അഡീഷണൽ കിട്ടും. പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. നമ്മള് BFOയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ഹോട്ട് ടോപ്പിക്സ് പഠിക്കുകയാണ് അല്ലെ. PSC നിരന്തരം ആവർത്തിക്കുന്ന ചോദ്യമേഖലകൾ നമ്മൾ പഠിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിക്കും. ദേശീയ പ്രസ്ഥാനത്തില് മിക്കവാറും എല്ലാ പരീക്ഷകളിലും നിരന്തരം ആവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഈ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട 3 സമരങ്ങളാണ് വരിക. ബീഹാറിലുണ്ടായ ചമ്പാരൻ നീലം കർഷകരുടെ സമരം 1917. ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അത് ഗാന്ധിജിയുടെ നിരാഹാര സത്യാഗ്രഹം കൂടെ. പിന്നെ ഗുജറാത്തിലെ ഖേദ സത്യാഗ്രഹം 1918. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 3 സമരങ്ങൾ ആസ്പദമാക്കിയിട്ട് PSC നിരന്തരമായി ചോദ്യം ചോദിക്കാറുണ്ട്. ചിലപ്പോ കൂടുതലും ചോദിക്കുന്നത് വർഷമാണ്. പക്ഷേ PSC ഇപ്പോഴത്തെ ചോദ്യ നിലവാരം അനുസരിച്ച് SCERT ഫാക്ട് ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നേ ദിവസം ഈ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകങ്ങൾ വിവിധ SCERT പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അവയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണമായി പഠിക്കുക. ഒരുപക്ഷെ ഇത് ആൾറെഡി പഠിച്ചവർക്ക് ചിലപ്പോൾ ചുരുക്കം ചില വാക്കുകൾ, ചില പോയിന്റ്സ് കൂട്ടിച്ചേർക്കേണ്ടി വരും. ഇല്ല, പുതുതായി പഠിക്കുന്നവര് സമ്പൂർണ്ണമായിട്ട് പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഓരോ സമരങ്ങളും വിശദമായി പഠിക്കാം. ആദ്യം പറയുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാറിലാണ് നടന്നത്. അവിടുത്തെ നീലം കർഷകരുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു. അപ്പൊ നീലം കർഷകർ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ മറ്റൊരു സംഭവം കാണാനായിട്ട് കഴിയും. ബംഗാളിൽ 1859 നീലം കർഷക സമരം നടന്നു. അത് ഇന്ത്യ ഒട്ടാകെ അറിയിച്ചത് ദീനബന്ധു മിത്രയായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് നീലം കർഷകർ സമരത്തിലേക്ക് തിരിയുന്നത്? അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ആധികാരികമായ വിവരത്തിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് ഇന്ത്യയുടെ കോളനിവൽക്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക എന്നതാണ് അല്ലെ. സ്വാഭാവികമായിട്ടും ബ്രിട്ടനെ സംബന്ധിച്ചിട്ട് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്നത് തുണി വ്യവസായത്തിന് പ്രസിദ്ധമാണ്. തുണി വ്യവസായം എന്ന് പറയുമ്പോൾ കളർ ചേർത്ത തുണികൾക്ക്, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ കളർ തുണിത്തരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഈ തുണി വ്യവസായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവാണ് നീലം എന്ന് പറയുന്നത്. ആ നീലം കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിരുന്നത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗമാണ്, ബംഗാൾ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം. അപ്പൊ സ്വാഭാവികമായിട്ടും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കർഷകർ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്നത് നെൽകൃഷിയും അതുപോലെ തന്നെ ചണം കൃഷിയുമാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആഹ്വാനപ്രകാരം ബ്രിട്ടീഷുകാർ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ, ബ്രിട്ടീഷുകാർ കൂടുതൽ സബ്സിഡി നൽകിയപ്പോൾ, കൃഷിഭൂമിക്ക് നികുതി കുറച്ചപ്പോൾ മറ്റ് കൃഷി ചെയ്തിരുന്ന കർഷകര്, ദാരിദ്ര്യത്തിലായിരുന്ന കർഷകര് നീലം കൃഷി ചെയ്യാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ കുറേയധികം പേര് നീലം കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഇറങ്ങിത്തിരിച്ചതിന് ശേഷമാണ് കർഷകർക്ക് അബദ്ധം മനസ്സിലായത്. നീലം കൃഷി ചെയ്യുന്ന മണ്ണ് ഈ നീലം കൃഷി ചെയ്യുന്നതോടുകൂടി അതിന്റെ ഫലപുഷ്ടി പൂർണ്ണമായി നഷ്ടപ്പെടുന്നു. മേൽമണ്ണിന്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നീലം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുക എന്നത് പ്രായോഗികമല്ല. അങ്ങനെ ആദ്യഘട്ടത്ത് ഈ നീലം കൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കാൻ വേണ്ടി ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകിയ ബ്രിട്ടീഷുകാര് പതിയെ പതിയെ അത് കുറച്ചു. പിൽക്കാലത്ത് ആനുകൂല്യങ്ങളൊന്നും നൽകാതെയായി. അപ്പൊ സ്വാഭാവികമായിട്ടും അതില് കർഷകർക്ക് പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധമാണ് ബംഗാളിലെ നീലം കർഷക സമരത്തിന് കാരണം. അതുപോലെ തന്നെ ബംഗാൾ പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്ന, ആദ്യകാലത്ത് ബംഗാൾ പ്രവിശ്യയുടെ കീഴിലായിരുന്ന ഭൂപ്രദേശമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഈ ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകരും കുറെ പേര് എന്ത് ചെയ്തു? നീലം കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബ്രിട്ടീഷുകാര് ഈ ആനുകൂല്യങ്ങൾ കുറച്ചപ്പോ പതിയെ പതിയെ ചമ്പാരനിലെ കർഷകര് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു. ചമ്പാരൻ മാത്രമല്ല, ബീഹാർ, ബംഗാൾ ഉൾപ്പെടെയുള്ള മിക്കവാറും ഭൂപ്രദേശങ്ങളിലെ കർഷകര് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ചു. കുറെ കർഷകര് അവരുടെ പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം മൂലം നിർബന്ധിതമായി തൊഴിൽ ചെയ്യാൻ പ്രേരിതരായി. പക്ഷേ ഈ ചമ്പാരനിലെ കർഷകര് അങ്ങനെയാണെങ്കിലും കുറേയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ ചമ്പാരനിലെ നീലം കർഷകർക്ക് ഒരു നിർദ്ദേശം നൽകി ബ്രിട്ടീഷുകാര്, കർശനമായ ഒരു വ്യവസ്ഥ നൽകി. തങ്ങളുടെ കൃഷിഭൂമിയിൽ
തങ്ങളുടെ കൃഷിഭൂമിയിൽ, ആകെ കൃഷിഭൂമിയിൽ 20-ൽ 3 ഭാഗം എന്ത് ചെയ്യണം? നീലം കൃഷിക്ക് വേണ്ടി നിർബന്ധമായി മാറ്റിവെക്കണം. മറ്റു ഭൂപ്രദേശത്ത് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്തു. 20-ൽ 3 ഭാഗം എന്ത് ചെയ്യണം? പൂർണ്ണമായി നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കണം. അത് എത്ര ഭൂമിയുണ്ടെങ്കിലും 2 ഏക്കർ ആണെങ്കിൽ അതനുസരിച്ച്. മനസ്സിലായോ? അപ്പൊ ഇത് കർഷകർക്ക് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി. ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രാദേശിക നേതാവായിരുന്നു രാജ്കുമാർ ശുക്ല. ഈ രാജ്കുമാർ ശുക്ല എന്ത് ചെയ്യുന്നു? ആദ്യകാലത്ത് ചമ്പാരനിലെ സത്യാഗ്രഹികളുടെ അല്ലെങ്കിൽ ഈ നീലം കർഷകരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ബ്രിട്ടീഷുകാരെ ശ്രദ്ധ ചെലുത്തുന്നില്ല. പ്രാദേശിക സെമീന്ദാർ നാടുവാഴികളുടെ മുമ്പിൽ പറയുന്നു. അവരും ശ്രദ്ധ ചെലുത്തുന്നില്ല. അങ്ങനെയാണ് ഒടുവിൽ അദ്ദേഹം ഗാന്ധിജിയെ സമീപിക്കുന്നതും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം സഹന സമരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ സൂചകമായിട്ട് ചമ്പാരനിലെ നീലം കർഷകർ സമരം ആരംഭിക്കുക. ഇതിനെയാണ് നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് വിളിക്കുന്നത്. നമുക്കിനി അതിന്റെ പ്രത്യേകത ഉൾപ്പെടെ പഠിച്ചു മുന്നോട്ട് പോകാം. അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അതെന്താ അങ്ങനെ പറയണേ? ഇതിനു മുമ്പ് ഗാന്ധിജി വേറെ എവിടെയെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ദക്ഷിണാഫ്രിക്കയില്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടക്കുന്നത് 1907 ഏത് വർഷമാണ്? 1907. അത് മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് ഗാന്ധിജി 1907 സത്യാഗ്രഹ സമരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരമാണ്, അഥവാ ആദ്യ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. പൊതുപ്രവർത്തനം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. ആ വാക്കിന് പകരം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിച്ചാൽ തെറ്റാണ്. കാരണം ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയം ആരംഭിക്കുവാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കാനിടയായ ആദ്യ സംഭവം എന്നാണ് ചോദ്യമെങ്കിൽ അത് 1919 റൗലത്ത് സത്യാഗ്രഹമാണ്. ഗാന്ധിജിയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള, ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി കണക്കാക്കുന്നത് 1919 റൗലത്ത് നിയമമാണ്. അതുകൊണ്ട് ഇവിടെ കൃത്യമായി തന്നെ പഠിക്കണം, പൊതുപ്രവർത്തനം. ഗാന്ധിജിയെ ഇന്ത്യയിലെ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയ സംഭവം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം തന്നെയായിരുന്നു. ഗാന്ധിജിയുടെ സമരരീതി എന്തായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമവാസന പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനപരമായ സമരം നടത്തും. ഓക്കെ, അപ്പൊ ഗാന്ധിജിയുടെ സമരരീതി എന്തായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായ സമരമായിരുന്നു. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബേസിക് ആയി ചോദിക്കുന്ന പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ ഇതാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ തന്നെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയ സംഭവം ഇത് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ സമരരീതി ചമ്പാരൻ സത്യാഗ്രഹത്തിൽ എങ്ങനെയായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായ സമരം. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മൾ പറയുന്നു, ഈ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടാകാനുള്ള, ചമ്പാരൻ സമരത്തിനുള്ള കാരണമാണ് നമ്മൾ പറയുക തീൻ കടായി സമ്പ്രദായം. എന്താണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ തീൻ കടായി സമ്പ്രദായം? എന്താണ് തീൻ കടായി സമ്പ്രദായം? കർഷകർ സ്വന്തം ഭൂമിയുടെ 20-ൽ 3 ഭാഗവും ഭൂവുടമകൾക്ക് വേണ്ടി, അതായത് ബ്രിട്ടീഷുകാർക്കോ അല്ലെങ്കിൽ സെമീന്ദാറാണ് ഭൂവുടമകളായിട്ട് മാറുക, ആ ഭൂവുടമകൾക്ക് വേണ്ടി നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായ വ്യവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നീലം കർഷകരെ തോട്ടമുടമകളായ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് രണ്ടിടത്തിൽ പറയാം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ PSC രണ്ടും തരാറുണ്ട്. ഒന്ന്, നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തത്, അല്ലെങ്കിൽ ആധികാരികമായി പറഞ്ഞാൽ തീൻകടായി സമ്പ്രദായം. ഈ തീൻകടായി സമ്പ്രദായത്തിൽ കർഷകർ സ്വന്തം ഭൂമിയുടെ 20-ൽ 3 ഭാഗവും ഭൂവുടമകൾക്ക് വേണ്ടി നീലം കൃഷി ചെയ്യാൻ മാറ്റിവെക്കണം. എന്തുകൊണ്ടാണ് കർഷകർ നീലം കൃഷി ചെയ്യാത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ നീലം കൃഷി ചെയ്തു കഴിഞ്ഞാൽ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമാകും, മേൽമണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടമാകും. പിന്നെ മറ്റൊരു കൃഷി അവിടെ പ്രായോഗികമല്ല. അത് തന്നെയാണ് കാരണം. ഓക്കെ അല്ലേ? അപ്പോൾ നീലം കൃഷി ചെയ്യുന്ന നഷ്ടക്കച്ചവടമാണ് എന്നൊരു തോന്നലാണ് ഇതിൽ നിന്ന് കർഷകരെ അകലാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ നിർബന്ധമായ ഈ വ്യവസ്ഥ കൊണ്ടുവന്നു. അതിൽ ജനങ്ങൾക്ക് എന്തുണ്ടായി? പ്രതിഷേധമുണ്ടായി. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ അങ്ങനെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ നീലം കർഷകനായിരുന്നു രാജ്കുമാർ ശുക്ല. ഓക്കെ, അപ്പോ ചമ്പാരനിലെ ഈ നീലം കർഷകരുടെ ദുരിതം ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചതാണ് ആര്? രാജ്കുമാർ ശുക്ല. ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർക്ക് നിവേദനങ്ങൾ നൽകി.
സെമീന്ദാർമാർക്ക് തോട്ടുടമകൾക്ക് നിവേദനം നൽകി ഒരു പ്രയോജനം ഉണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഗാന്ധിജിയെ സമീപിക്കുന്നത്. ഒടുവില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിലൂടെ ഈ സമരം ഇന്ത്യ ഒട്ടാകെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്നപ്പോൾ ഈ ചമ്പാരനിലെ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ആ പേര് ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്നപ്പോൾ ചമ്പാരനിലെ നീലം കർഷകരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഓക്കെ, അങ്ങനെ രാജ്കുമാർ ശുക്ല വീണ്ടും ആവശ്യപ്പെട്ടു ഗാന്ധിജിയോട്, താങ്കൾ ചമ്പാരനിൽ സന്ദർശിക്കണം, ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം. അങ്ങനെ രാജ്കുമാർ ശുക്ലയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിജി ചമ്പാരനിലേക്ക് പോവുകയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാര് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി നിയമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് അപ്പോഴത്തെ ബീഹാറിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആയിരുന്നു. ആരാണ്? സർ എഡ്വേർഡ് ഗേറ്റ്. ഓക്കെ, അങ്ങനെ ഈ സർ എഡ്വേർഡ് ഗേറ്റ് അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ആ അന്വേഷണ കമ്മീഷൻ കർഷകരുടെ ദുരിതമൊക്കെ എന്ത് ചെയ്തു? അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെയും ഈ സമരത്തിന്റെയും തുടർന്ന് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം തോട്ടുടമകള് കർഷകരോട് അനുഭാവപൂർണമായ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടു. എന്തൊക്കെ? പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി. ഒരു നിശ്ചിത കാലയളവ് പാട്ടവ്യവസ്ഥ ലംഘിക്കില്ല. ഓക്കെ, ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർക്ക് നൽകി? കർഷകർക്ക് നൽകി. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഫലം എന്തായിരുന്നു? നമുക്ക് പഠിക്കണം. നമ്മൾ ഈ സമരം പഠിക്കുമ്പോൾ ഓരോ സമരത്തിന്റെയും ഫലം പഠിക്കണം കേട്ടോ. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഫലം എന്തായിരുന്നു? സമരത്തെ തുടർന്ന് കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി. കർഷകർക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്ന വിളകൾ കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അല്ലെ? അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ വിജയമായിരുന്നു. അവിടെ കൃത്യമായി പഠിക്കണം. ചമ്പാരനിലെ നീലം കർഷകരുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് ഗാന്ധിജി അറിയിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? രാജ്കുമാർ ശുക്ലയുടെ പേര് പറയണം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1916 വാർഷിക സമ്മേളനത്തിൽ കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുള്ള പ്രമേയം അവതരിപ്പിച്ചതാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ചമ്പാരനിലെ നീലം കർഷകരെ കുറിച്ച് പഠനം നടത്തുവാൻ കമ്മീഷനെ നിയമിച്ചത് ലഫ്റ്റനന്റ് ഗവർണറായിരുന്ന സർ എഡ്വേർഡ് ഗേറ്റ് ആണ്. അതുപ്രകാരം ഇളവ് അനുവദിക്കുന്നു. എന്തൊക്കെ? പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കി, ഇഷ്ടാനുസരണം വിളകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും കർഷകർക്ക് നൽകി. അപ്പൊ അവിടെ ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നു എന്ന് പറയാം. ഓക്കെ അല്ലേ? സെറ്റാണേ. അടുത്ത രണ്ടാമത്തെ സമരത്തിലേക്ക് നമ്മൾ പോകുന്നു. അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടക്കുന്നത് 1918 ഗുജറാത്തിലായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു എന്ത്? അഹമ്മദാബാദ് തുണിമിൽ സമരം. ഞാൻ ആ കാലഘട്ടത്തെ പശ്ചാത്തലത്തെ കുറിച്ച് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലൈഡിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഗുജറാത്തില് തുണിമില്ല്, ഈ തുണിമില്ലിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എങ്ങോട്ടാ? ഇംഗ്ലണ്ടിലേക്ക് തന്നെയാണ്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ഇവ എത്തിക്കുകയും അവ യൂറോപ്പിൽ വലിയ വിലയ്ക്ക് ബ്രിട്ടീഷുകാർ വിറ്റഴിക്കുകയും ചെയ്യും. ചെറിയ വിലയ്ക്കാണ് ഇന്ത്യയിൽ തുണിമില്ല് തൊഴിലാളികൾക്ക് വേതനം നൽകുക. അപ്പോൾ ചെറിയ ചിലവിൽ വസ്ത്രങ്ങൾ നിർമ്മിച്ച് തുണിത്തരങ്ങൾ നിർമ്മിച്ച് ബ്രിട്ടനിൽ എത്തുകയും ആ ബ്രിട്ടനിൽ എത്തിച്ചതിന് ശേഷം അവരുടെ ലേബലിൽ കൂടിയ വിലയ്ക്ക് യൂറോപ്പിൽ വിറ്റഴിക്കുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളിലെ തുണിമിൽ പ്രവർത്തിപ്പിക്കേണ്ടത് ആരുടെ ശ്രമമാണ്? ബ്രിട്ടീഷുകാരുടെ. എങ്കിൽ മാത്രമേ അവർക്ക് വലിയ ലാഭം കിട്ടുകയുള്ളൂ. ഒന്നാം ലോക മഹായുദ്ധമായപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? സാധനങ്ങൾക്ക് വില വർദ്ധിക്കപ്പെട്ടു. തൊഴിലാളികൾക്ക് ദാരിദ്ര്യവുമായി. അതിന്റെ കൂടെ 1918 അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളിൽ എന്ത് ചെയ്തു? പ്ലാഗ് വർദ്ധിച്ചു. പ്ലേഗ് എന്ന രോഗം.
അപ്പൊ പ്ലേഗ് എന്ന രോഗം വർദ്ധിച്ചു. അതോടൊപ്പം വസൂരിയും ബാധിക്കും കേട്ടോ. വസൂരി, പ്ലേഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെയായപ്പോ സ്വാഭാവികമായിട്ട് ജനങ്ങള് അല്ലെങ്കിൽ ഈ ഫാക്ടറിയിൽ തൊഴിൽ ചെയ്തിരുന്ന ജനങ്ങള് ജോലിക്കെത്താതായിട്ട് പോയി. പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് കൊള്ള ലാഭമുള്ള സ്ഥലമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഫാക്ടറിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇവര് ആ കർഷകർക്ക് നൽകിയിരുന്ന അല്ലെങ്കിൽ ആ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന, ഇവിടെ കർഷകരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും തുണിമില്ലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോട്ടൺ ഉൽപ്പാദിപ്പിക്കണം. ആ കോട്ടൺ തൊഴിലാളികൾ അതിൽ ഉൾപ്പെടും കേട്ടോ. കോട്ടൺ തൊഴിലാളികൾ, അത് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയിലെ തൊഴിലാളികളും 2 കാറ്റഗറി ഉൾപ്പെടും. അപ്പോൾ ഇവർക്ക് അവരുടെ സാധാരണ കിട്ടുന്ന ശമ്പളത്തിന്റെ 80% കൂടെ കൂടുതലായി ബോണസ് നൽകി. എന്ത് ചെയ്യാൻ? ഇവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ. കൃഷിയും ചെയ്യണം അതോടൊപ്പം. ആ കൃഷി ചെയ്താലല്ലേ കോട്ടൺ കിട്ടത്തുള്ളൂ. ആ കോട്ടൺ പ്രോസസ് ചെയ്താലല്ലേ തുണിമില്ലില് നൂലുണ്ടാക്കുവാനും വസ്ത്രം നിർമ്മിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ ഉദാഹരണം 1000 രൂപയാണ് ഇവരുടെ ശമ്പളമെങ്കിൽ ഈ കാലയളവില് എന്ത് ചെയ്തു? 1800 രൂപ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിത ചെലവ് താങ്ങാൻ കിണഞ്ഞു പരിശ്രമിച്ചിരുന്ന ആ തൊഴിലാളികള് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ കെണിയിൽ വീണു എന്ന് പറയാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഈ ആനുകൂല്യത്തിൽ മതിമറന്ന് ഒരു ജോലിക്ക് എത്തിച്ചേർന്നു. പക്ഷേ 1918 ജനുവരി, ഫെബ്രുവരി മാസമൊക്കെ ആയപ്പോ എന്ത് ചെയ്തു? ഈ പ്ലേഗ് പതിയെ പതിയെ അപ്രത്യക്ഷമായി. പ്ലേഗ് അപ്രത്യക്ഷമായപ്പോ ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള തുണിമിൽ ഉടമകൾ എന്ത് ചെയ്തു? ഈ ബോണസ് പതിയെ അങ്ങ് പിൻവലിച്ചു. ഈ തുണിമിൽ ഉടമകൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരും ഉണ്ട്, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെ പതിയെ ബോണസ് അങ്ങ് പിൻവലിച്ചു. പിൻവലിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്തു? പെട്ടെന്ന് അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചതുപോലെയായി. 1800 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് പെട്ടെന്ന് അടുത്ത മാസം എന്ത് ചെയ്യുന്നു? 1000 രൂപയെ കിട്ടത്തുള്ളൂ എന്നൊരു സ്ഥിതി വന്നു. അതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഓക്കെ. അപ്പൊ അഹമ്മദാബാദിലെ തുണിമില്ല് പ്രതിഷേധം ആരംഭിക്കുന്നു. അങ്ങനെ പ്രതിഷേധം ആരംഭിച്ചപ്പോഴ് ഉടമകൾ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ബോണസ് തരാൻ നിർവാഹമില്ല. അപ്പൊ തൊഴിലാളികൾ എന്ത് പറഞ്ഞു? ശരി, ബോണസ് നിങ്ങൾ നിർത്തിയെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്ക് 50% അടിസ്ഥാന ശമ്പളത്തിൽ വർധനവ് അനുവദിക്കണം. ഓക്കെ. അപ്പൊ തുണിമിൽ തൊഴിലാളികൾ 50% വേതന വർധനവിന് വേണ്ടി എന്ത് ചെയ്തു? സമരം ആരംഭിച്ചു. തുണിമിൽ ഉടമകള് ഇത് കൊടുക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് നഷ്ടമാകും എന്നൊരു തോന്നലുണ്ടായി. ഇനിയിപ്പോ പ്ലേഗ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് ദാരിദ്ര്യമാണ്. അതുകൊണ്ട് എത്ര കൂലി കൊടുത്താലും അവർ എത്തിച്ചേരുമെന്നൊരു കാഴ്ചപ്പാട് ഉടമകൾക്കുണ്ടായിരുന്നു. പക്ഷേ തൊഴിലാളികള് അമ്പലും വില്ലിനും അടുക്കുന്നില്ല. അങ്ങനെയായപ്പോ തൊഴിൽ ഉടമകളുടെ പ്രതിനിധി എന്ന നിലയില് അനസൂയ ബുഹൻ ഗാന്ധിജിയെ സമീപിച്ച് പറയുന്നു, അങ്ങ് എങ്ങനെയെങ്കിലും ഈ ഒരു സമരം തീർത്തു തരണം. അങ്ങനെയാണ് ഗാന്ധിജി സമരത്തിൽ ഇടപെടുക. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തില് ഈ തൊഴിലാളികൾ 50% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നയിച്ചപ്പോഴ് ഈ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ ഗാന്ധിജിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടത് ആരാണ്? അനസൂയ ബെഹനാണ്. അനസൂയ ബെഹൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തകയാണ്. അതോടൊപ്പം തുണിമിൽ ഉടമകളിൽ ഒരാൾ കൂടെയാണ്. തുണിമിൽ ഉടമകളിൽ ഒരാൾ കൂടെയാണ്. അങ്ങനെ തുണിമിൽ ഉടമകളുടെ ആവശ്യപ്രകാരമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഈ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ ഇടപെടുക. ഗാന്ധിജി തൊഴിലാളികളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കുറച്ച് ചോദിക്കാം. 50% ഒന്നും അവർക്ക് തരാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അവര് 20% തരാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. 20നും 50നും ഇടയില് ആവറേജ് എന്ന രീതിയില് 35% വേതനം ആവശ്യപ്പെടാമെന്ന് ഗാന്ധിജി പറഞ്ഞു. ഒടുവില് തൊഴിലാളികൾ അത് അംഗീകരിക്കുകയും ചെയ്തു. ഓക്കെ. എങ്കിലും തൊഴിലുടമകൾക്ക് അത്രയും പറ്റില്ല. അവർ 20ൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒടുവില് ഗാന്ധിജി പറഞ്ഞു, എങ്കിലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ട്രൈബ്യൂണലില്, അതായത് കോടതിയിൽ കേസ് കൊടുക്കാം. ട്രൈബ്യൂണലിനെ സമീപിക്കാം. അങ്ങനെ ട്രൈബ്യൂണൽ പറഞ്ഞു, തൊഴിലാളികൾ 50% ആവശ്യപ്പെട്ടു. ഉടമകൾ 20% കൊടുക്കാമെന്ന് പറയുന്നു. അവര് 35% ആണെങ്കിലും തൊഴിലാളികൾ ഓക്കെ പറയാണ്. അങ്ങനെയാണെങ്കിൽ 35% തന്നെ ഞങ്ങൾ ട്രിബ്യൂണൽ അനുവദിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒടുവില് 35% വേതന വർധനവ് ആർക്ക് കിട്ടുകയാണ്? അഹമ്മദാബാദിലെ തൊഴിലാളികൾക്ക് കിട്ടുകയാണ്. ഇതാണ് അഹമ്മദാബാദിൽ തുണിമിൽ സമരം. നമുക്കിനി സ്ലൈഡിലുള്ള കാര്യങ്ങള് ഒന്ന് പറഞ്ഞു നോക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. കാര്യം മനസ്സിലായോ? ഓക്കെ. അപ്പോ കാരണം നമ്മള് സ്ലൈഡിൽ വായിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല. കാര്യം മനസ്സിലാവാൻ സെന്റൻസ് കാണാതെ പിടിച്ചു കഴിഞ്ഞാല്
PSC പരീക്ഷയിൽ ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കഥ ആദ്യം പറഞ്ഞത്. ഓക്കെ. അപ്പൊ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടിയാണ് ഈ സമരം നടക്കുക. ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് 35% വേതന വർധനവാണ് പിൽക്കാലത്ത് ആവശ്യപ്പെട്ടത്. ആദ്യ ആവശ്യം 50% ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് വേതന വർധനവ് എത്രയായിട്ട് ആവശ്യപ്പെട്ടു? 35% ആവശ്യപ്പെട്ടു. ഓക്കെ അല്ലേ? സെറ്റാണേ. അടുത്ത ഈ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താടാ? ഈ പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. 1917 കാലഘട്ടത്ത് അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ഗുജറാത്ത് ഭൂപ്രദേശത്ത് എന്ത് ചെയ്തു? പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു. തൊഴിലാളികൾ ഈ പ്ലേഗ് മരുന്നില്ലാത്ത രോഗമാണ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ജീവന് വിലയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലുപേക്ഷിച്ച് പോകാൻ നിന്നു. അതായത് തൊഴിൽ ചെയ്യാതെയായി. തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകി. അപ്പൊ ശമ്പളം കിട്ടും, അതിന്റെ 80% അഡീഷണൽ കിട്ടും. ഇതെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് 1918 ജനുവരി മാസമൊക്കെ ആയപ്പോൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ തൊഴിലുടമകൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതാണ് എന്തിന് കാരണം? അഹമ്മദാബാദ് മിൽ സമരത്തിന് കാരണം. മനസ്സിലായോ? അപ്പൊ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താണ്? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയത്. 1917 അഹമ്മദാബാദിൽ പ്ലേഗ് രോഗം പടർന്നു. തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകി. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചത് അനസൂയ ബഹനാണ്. ഞാൻ പറഞ്ഞു, അനസൂയ ബഹൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ്. അതോടൊപ്പം തൊഴിൽ ഉടമകളുടെ പ്രതിനിധി ആണ്. തൊഴിലുടമ കൂടെയാണ് ആര്? അനസൂയ ബഹൻ എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിജി തൊഴിലാളികളെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ 50% എന്നുള്ളത് എന്ത് ചെയ്യണം? 35% മാറ്റണം. അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു 35% മാറ്റണം. അങ്ങനെ ഗാന്ധിജി തൊഴിലാളികളോട് ചേർന്ന് 21 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരം ആരംഭിച്ചു. ഓക്കെ. സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് ഗാന്ധിജി നിരാഹാരമൊക്കെ തുടങ്ങിയപ്പോൾ അനസൂയ ബുഹന്റെ വീട്ടിൽ വെച്ച് തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിൽ സന്ധി സംഭാഷണത്തിന് തയ്യാറായി. അപ്പോ സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബഹന്റെ വീടാണ്. 20% വേതന വർധനവ് നൽകാൻ ആര് തയ്യാറായി? തൊഴിലുടമകൾ തയ്യാറായി. പക്ഷേ ഗാന്ധിജിയുടെ ആവശ്യം, ഗാന്ധിജി പറയുന്ന കാഴ്ചപ്പാട് ഇതാണ്: തൊഴിലാളികൾ 50% ചോദിച്ചിരുന്നു, ഞാൻ ഇടപെട്ടുകൊണ്ട് 35% ആക്കി, അതിൽ നിന്ന് വീണ്ടും കുറയ്ക്കാൻ പറ്റില്ല. ഉറപ്പായും 35% കൊടുക്കണമെന്ന് തന്നെ ഗാന്ധിജി ആവശ്യപ്പെടുകയാണ്. ഓക്കെ. അപ്പൊ തൊഴിലാളികൾക്ക് വേണ്ടി ഗാന്ധിജി 21 ദിവസം നിരാഹാര സമരം നയിച്ചു. തുടർന്ന് സന്ധി സംഭാഷണത്തിന് അനസൂയ ബഹന്റെ വീട്ടിൽ വെച്ച് തൊഴിലുടമകൾ 20% വേതന വർധനവ് നൽകാൻ തയ്യാറായി. പക്ഷേ തൊഴിലാളികൾ തയ്യാറല്ല, ഗാന്ധിജിയും തയ്യാറല്ല. തങ്ങൾക്ക് 35% വേണം. കാരണം 50 ആവശ്യപ്പെട്ടതാണ്, തങ്ങൾ ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം 35 കുറച്ചത്. ഇനിയും കുറയ്ക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ട്രിബ്യൂണൽ വഴി പരാതി കൊടുക്കാൻ തീരുമാനിച്ചു. ജുഡീഷ്യറിക്ക് പരാതി കൊടുത്തു. അങ്ങനെ ട്രിബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തൊടുവിൽ തൊഴിലാളികൾക്ക് 35% വേതന വർധനവ് ട്രിബ്യൂണൽ വിധിച്ചു. അതെന്ത് ചെയ്തു? തൊഴിലുടമകൾ പിന്നീട് അംഗീകരിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ സമരം 50% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 35% എന്ന് പറഞ്ഞു. മില്ലുടമകൾ എന്ന് പറഞ്ഞു 20% കൊടുക്കും. ഒടുവില് ട്രിബ്യൂണലിന്റെ ഉത്തരവനുസരിച്ച് അന്തിമമായി തൊഴിലാളികൾക്ക് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവർ ആവശ്യപ്പെട്ട 35% വേതന വർധനവ് ലഭിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ പിൽക്കാലത്ത് എപ്പോഴും ഗാന്ധിജിക്ക് ചമ്പാരനിലെ കർഷകർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിക്കണം, തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. ഇവിടെ ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ എന്നാണ് പേരെങ്കിലും ഈ വ്യവസായത്തിന് ആവശ്യമായ നൂല്, പരുത്തി കൃഷി ചെയ്യുന്നവരും ഇതിൽ അംഗങ്ങളാണ്. ഓക്കെ. അപ്പൊ PSC ചോദിക്കാറുണ്ട്, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1920. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെടാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് തൊഴിൽ സമരമാണ്. ക്ലിയർ അല്ലേ? ഈ സമര കാലഘട്ടത്താണ് ഗുജറാത്തിൽ നിന്നുള്ള ദേശീയ നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേലിനെയും ശങ്കർലാൽ ബംഗറുമായിട്ട് ഗാന്ധിജി സൗഹൃദം സ്ഥാപിക്കുന്നത്. ഓക്കെ. അതുകൊണ്ടാണ് അതേ വർഷം ഖേദ സമരം നടന്നപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലും ശങ്കർലാൽ ബംഗറും ഒക്കെ പങ്കെടുത്ത ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ക്ഷണിക്കുന്നത്. ഓക്കെ.
അപ്പോൾ കണക്ട് ചെയ്യാണ്. അഹമ്മദാബാദ് മിൽ സമരം നടക്കുമ്പോഴാണ് ഗാന്ധിജി ഗുജറാത്തിലെ മറ്റ് നേതാക്കളായ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ടും ശങ്കർലാൽ ബംഗറുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക അഥവാ ബന്ധം സ്ഥാപിക്കുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? എന്തൊക്കെയാണ് നമ്മൾ പറയുക? അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ 50% വേതന വർധനവിന് വേണ്ടി ഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടു. പ്രധാന കാരണം എന്ന് പറയുന്നത് പ്ലഗ് ബോണസ് നടപ്പിലാക്കിയത്. എന്താണ് ഈ പ്ലാഗ് ബോണസ്? 1917 അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളിൽ പ്ലാഗ് രോഗം പടർന്നു. തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ശമ്പളത്തിന്റെ 80% വരെ ബോണസായി നൽകി. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗാന്ധിജി അറിയിച്ചത് ആരാണ്? അനസൂയ ബഹനാണ്. ഗാന്ധിജിയുടെ നിരാഹാര സമരം 21 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് വേദിയായത് അനസൂയ ബഹന്റെ വീട് തന്നെ. 20% വേതനവർദ്ധന നൽകാൻ തൊഴിലുടമകൾ തയ്യാറായി. പക്ഷേ തൊഴിലാളികൾ അംഗീകരിച്ചില്ല. ഒടുവിൽ ട്രിബ്യൂണലിനെ സമീപിക്കുന്നു, ജുഡീഷ്യറി സമീപിക്കുന്നു. ട്രിബ്യൂണൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ട്രിബ്യൂണൽ വിധിക്കുന്നു തൊഴിലാളികൾക്ക് 35% വേതന വർധന നൽകണം. ഈ സമരത്തിന്റെ ഭാഗമായി 1920 അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ടു. അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ കാലഘട്ടത്താണ് ആരുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുക ഗാന്ധിജി? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലുമായും ശങ്കർലാൽ ബംഗറുമായും. ഈ സൗഹൃദമാണ് ഖേദ സത്യാഗ്രഹത്തിലേക്ക് ആരെ ആനയിക്കുന്നത്? ഗാന്ധിജി. ഓക്കെ, ഇനി അടുത്ത ഈ 1918 അഹമ്മദാബാദ് മിൽസമരം വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി തൊഴിലാളികൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. അതാണ് നമ്മളിവിടെ പറയുക. ഒന്ന്, അക്രമം പാടില്ല. കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. എന്ന് പറഞ്ഞാല് ഈ തൊഴിലാളികളിൽ ചിലരെന്ത് ചെയ്യാം? തൊഴിലുടമകളുടെ വാഗ്ദാനങ്ങളിൽ വീണ് അവർ പറയുന്ന കാര്യം, അതായത് 20% വേതന വർധനവിന് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ പോയി ജോലി ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കരുത്. ഓക്കെ, കരിങ്കാലികൾ എന്ന് ഉദ്ദേശിക്കുന്നത് വഞ്ചന കാണിക്കുന്നവർ എന്നൊക്കെയാണ് അർത്ഥം വരിക, അല്ലെ? നിങ്ങൾക്കറിയാം. പിന്നെ ആയുധം ഉപയോഗിക്കരുത്. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും ആയുധം ഉപയോഗിക്കരുത്. പിന്നെ നിങ്ങൾ സമരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും വെച്ച് നിർത്തിയിട്ട് പോകരുത്. അവസാനം വരെ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കണം. അത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും ചെയ്യണം. ഇങ്ങനെ പ്രത്യേകിച്ച് SCRT പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതുകൂടെ പഠിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ അഹമ്മദാബാദ് മിൽ സമരം വിജയിക്കുവാൻ ഗാന്ധിജി തൊഴിലാളികൾക്ക് നൽകിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? അക്രമം പാടില്ല, കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, ആയുധം ഉപയോഗിക്കരുത്, വിജയം വരെ സമരത്തിൽ അടിയുറയ്ക്കുകയും നേരായ വഴിയിലൂടെ ആഹാരത്തിന് പ്രയത്നിക്കുകയും ചെയ്യണം. സെറ്റാണേ. അടുത്ത നമ്മൾ പറയുന്നു ഖേദ കർഷക സമരം. ഖേദ കർഷക സമരം നടന്നത് 1918 ഈ ഖേദ കർഷക സമരം എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കാൻ ശ്രമിച്ചു. നികുതി നൽകാത്ത കർഷകരുടെ കൃഷിനിലങ്ങള് കണ്ടുകെട്ടി. ആദ്യഘട്ടത്തിൽ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന, അതായത് നിലം ഉഴാൻ ഉപയോഗിച്ചിരുന്ന കാളയെ എന്ത് ചെയ്യുന്നു? ജപ്തി ചെയ്യുന്നു. മറ്റു ഉൽപ്പന്നങ്ങൾ ജപ്തി ചെയ്യുന്നു. ഒടുവിൽ എന്നിട്ടും നികുതി നൽകാതായപ്പോൾ കർഷകരുടെ കൃഷിഭൂമി തന്നെ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതിനെതിരെ ആദ്യം പ്രാദേശിക നേതാക്കൾ സമരം നയിച്ചു. ഒടുവിൽ വല്ലഭായ് പട്ടേലിലേക്ക് നിർദ്ദേശപ്രകാരം ഗാന്ധിജിയും സമരത്തിലേക്ക് വരികയാണ്. ഈ ഖേദ കർഷക സമരത്തിൽ ഒടുവിൽ ബ്രിട്ടീഷുകാരെ പറഞ്ഞു, ഞങ്ങൾക്ക് നികുതി കിട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇടപെട്ട് വൻകിട നികുതിദായകരെ നികുതി നൽകാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ നികുതി കുടിശ്ശികയുള്ളവർ നികുതി നൽകിക്കഴിഞ്ഞാൽ ഈ കുറച്ച് നികുതി തരാനുള്ള കർഷകരെ ഞങ്ങൾ ഒഴിവാക്കാം. വൻകിട നികുതി നൽകേണ്ടവരെ നികുതി നൽകാൻ പ്രേരിപ്പിച്ചാൽ ചെറുകിട കർഷകരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി എന്നതാണ് ചരിത്രം പറയുന്നത്. കേവലം അല്ലെങ്കിൽ ചുരുക്കം ചില കർഷകർക്കാണ് ഈ സമരത്തിന് ആനുകൂല്യം ലഭിച്ചത്. എന്നാൽ ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, പ്രാദേശിക നേതാക്കള്, വിദ്യാസമ്പന്നരായ ജനങ്ങള് കർഷകരുടെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞ സമരമായിരുന്നു. ഈ ഖേദ കർഷക സമരം പിന്നീട് ഇന്ത്യയിൽ ആകമാനം ഒട്ടനവധി കർഷകരുടെ അവകാശ സംരക്ഷണ സമരത്തിന് ആണിക്കല്ലായി മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിന് ഇത്രയും പ്രാധാന്യം വരിക. സമരത്തിന് പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടായില്ല എന്ന് പറയും. ഖേദ കർഷക സമരത്തിന് പ്രത്യേകിച്ച് റിസൾട്ട് ഉണ്ടായില്ല. പക്ഷേ കർഷകരോട് വിദ്യാസമ്പന്നരായ ജനങ്ങൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചു. വിദ്യാസമ്പന്നരായ ജനങ്ങള്
കർഷകരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പക്ഷേ നമ്മൾ ഇന്ന് പഠിച്ച ചമ്പാരൻ സത്യാഗ്രഹം വിജയമായിരുന്നു. തീർച്ചയായിട്ടും. അതിൽ സംശയമില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള വിള കൃഷി ചെയ്യാൻ അവർക്ക് അനുമതി ലഭിച്ചു. അല്ലെ? അഹമ്മദാബാദ് ട്രിബ്യൂണൽ സമരം 50% വേതന വർധനം ആവശ്യപ്പെട്ടെങ്കിലും 35% കിട്ടി. ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം അവര് തൊഴിലാളികൾ അംഗീകരിക്കുകയും ചെയ്തു. അതും വിജയമായിരുന്നു. പക്ഷെ അത്തരം വിജയം എന്തിനുണ്ടായില്ല? ഖേദ കർഷക സമരത്തിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് നോക്കാം. ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാമത്തെ സമരമായിരുന്നു ഖേദ കർഷക സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമാണ്. ഓക്കെ, നികുതി നിഷേധിക്കുക. നികുതി ആവശ്യപ്പെട്ടു. ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരുമായി സഹകരിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്? ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്ന് വിളിക്കാറുണ്ട്. നമുക്കറിയാം നിസ്സഹകരണ സമരം ആരംഭിക്കുന്നത് 1920-ലാണ്. എന്നാല് നിസ്സഹകരണ സമരത്തിന്റെ മുൻഗാമി എന്നോ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്ന് വിളിക്കുന്നത് എന്തിനെ? നികുതി നിഷേധ സമരമായ 1918 ഗുജറാത്തിലെ ഖേദ കർഷക സമരമാണ്. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിക്കാൻ കാരണമായത് ഈ ഖേദ കർഷക സമരം തന്നെ. ദേശീയ നേതാവായി മാറാൻ കാരണം ഖേദ കർഷക സമരം തന്നെയാണ്. അത് PSC പ്രാധാന്യത്തോടെ ചോദിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഖേദ കർഷക സമരം 1918 ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരമെന്നോ നിസ്സഹകരണ സമരത്തിന്റെ മുൻഗാമി എന്നോ വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സമരത്തിലേക്ക് പോകാം. എന്താണ് കാര്യം? ഗുജറാത്തിലെ ഖേദ ജില്ലയില് വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ബ്രിട്ടീഷുകാര് ഒരുപാട് ക്ഷാമ കമ്മീഷനേക്ക് നിയമിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഭരണാധികാരിയായ നമ്മുടെ റിപ്പൺ പ്രഭു 1883 എന്ത് പാസ്സാക്കിയിരുന്നു? ഒരു ക്ഷാമ കോഡ് പാസ്സാക്കിയിരുന്നു. ക്ഷാമ കോഡിന്റെ പ്രത്യേകത ഇതാണ്: കർഷകര് കൃഷി ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൃഷിനാശം സംഭവിച്ചാൽ അവര് നികുതി നൽകേണ്ടതില്ല. നികുതി നൽകേണ്ടതില്ല. 2, എത്ര പ്രായമായ കൃഷിയാണോ അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും? നഷ്ടപരിഹാരവും നൽകും. അതുവരെയുള്ള കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? കൃഷിനാശം സംഭവിച്ചാൽ അതേക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കും. ക്ഷാമ കമ്മീഷനെ നിയമിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ 1866 രാജസ്ഥാനിലെ ഹെൻറി ക്യാമ്പൽ ക്ഷാമ കമ്മീഷൻ, അങ്ങനെ കുറെ ക്ഷാമ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്ഷാമ കമ്മീഷനെ നിയമിക്കും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ട് ആനുകൂല്യം അനുവദിക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം അനുവദിക്കുക. റിപ്പൺ പ്രഭു അതിന് ഒരു മാറ്റം വരുത്തി. റിപ്പൺ പ്രഭു അത് ഒരു മാറ്റം വരുത്താൻ കാരണം നമ്മുടെ ലിട്ടൺ പ്രഭുവിന്റെ ഡാര നിയമമായിരുന്നു. ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ആ ഡാര എന്ന നിയമം ലിട്ടൺ പ്രഭു പാസ്സാക്കിയപ്പോൾ അതിന്റെ പിന്തുടർച്ചയെന്നോണമാണ് നമ്മുടെ റിപ്പൺ പ്രഭു എന്ത് ചെയ്യുന്നത്? ക്ഷാമകോഡ് പാസ്സാക്കുക. ക്ഷാമകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ കൃഷിനാശം സംഭവിക്കുന്നത് അപ്പോൾ തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യും. കൃഷിയുടെ പ്രായമനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് നെൽകൃഷി ചെയ്തു, 1 മാസമായപ്പോൾ നശിച്ചു, അതിന്റെ നഷ്ടപരിഹാരം നൽകും. 6 മാസമായപ്പോഴാണ് നശിച്ച, അതിന്റെ നഷ്ടപരിഹാരം നൽകും. ഏകദേശം 8 മാസം കഴിഞ്ഞിട്ട്, അതായത് വിളവെടുക്കുന്ന സമയത്ത് ഒക്കെയാണ് സംഭവിച്ചത്, അതനുസരിച്ച്. മനസ്സിലായോ? ഇനി മറ്റൊരു കാര്യം, നികുതി ഇവര് നൽകേണ്ടതുമില്ല. പൂർണ്ണമായ വിളവ് കിട്ടിയാൽ മാത്രം അതിന്റെ നിശ്ചിത ശതമാനം വിളവ് നൽകിയാൽ മതി. അതായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ പൊതുവായി നടത്തിയിരുന്നത്. പക്ഷേ ഈ ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ ചെറിയൊരു മാറ്റം വരുത്തി അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥർ. ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ നൽകിയതിനാൽ കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അപ്പൊ ഈ ക്ഷാമം വിലയിരുത്തിയിട്ടല്ലേ നഷ്ടപരിഹാരം അനുവദിക്കുക? ക്ഷാമം വിലയിരുത്താനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ നൽകി. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? കർഷകർക്ക് ആനുകൂല്യം ലഭിച്ചില്ല. അപ്പൊ കർഷകർക്ക് ആനുകൂല്യം ലഭിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കർഷകർക്ക് നഷ്ടമൊന്നും ഇല്ലെന്നായിരിക്കും എന്ത് ചെയ്തത്? ഈ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കർഷകരുടെ നഷ്ടമില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവര് നികുതി കൊടുക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇവർക്ക് നഷ്ടം സംഭവിച്ചു. കൂടാതെ ഈ റിപ്പോർട്ട്, തെറ്റായ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യണം? നികുതിയും കൊടുക്കണം. അത് ജനങ്ങളെ ചൊടിപ്പിച്ചു. അങ്ങനെ ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകരുടെ നേതാക്കളായി, പ്രാദേശിക നേതാക്കളായി വളർന്നു വന്നത് മോഹൻലാൽ പാണ്ഡ്യയും ശങ്കർലാൽ പരീഖ്. ഓക്കെ, അങ്ങനെ ശങ്കർലാൽ പരീഖ് അഹമ്മദാബാദ് മിൽ സമരത്തിന് അവസാനം കുറിച്ച നമ്മുടെ ഗാന്ധിജിയെ കുറിച്ച് അറിയുന്നു. അങ്ങനെ ഗാന്ധിജിയെ പരിചയമുള്ള സർദാർ വല്ലഭായ് പട്ടേലിനോട് പറയുന്നു, ഗാന്ധിജി ഇങ്ങോട്ട് ക്ഷണിക്കണം. അതാണ് ചരിത്രം.
അപ്പോൾ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നത് ഖേദ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കൾ എന്ന് പറയുന്നത് മോഹൻലാൽ പാണ്ഡെയും ശങ്കർലാൽ പരീഖുമാണ്. അതിന് പിന്തുണ നൽകിയ മറ്റ് നേതാക്കളാണ്, പിന്തുണ നൽകിയ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്ന് നമ്മൾ പറയാറുണ്ട്. രാഷ്ട്രീയ നേതാക്കളാണ് രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേൽ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഈ സമരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയവര് മോഹൻലാൽ പാണ്ഡെയും ശങ്കർലാൽ പരീഖും. എന്നാൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ആൾക്കാരായിരുന്നു ആരൊക്കെ? രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേലും. അവരെന്ത് ചെയ്തു? ഈ സമരത്തിന് അനുകൂലമായ നടപടി സ്വീകരിച്ചു, അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നേ. അപ്പോ ഖേദ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാക്കൾ മോഹൻലാൽ പാണ്ഡെയും ശങ്കർലാൽ പരീഖും. മറ്റ് നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേലുമായിരുന്നു. ഒടുവിൽ ഈ സമരത്തിന് നേതൃത്വം ആരേറ്റെടുത്തു? ഗുജറാത്ത് സഭ ഏറ്റെടുത്തു. വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ആരേറ്റെടുത്തു? ഗുജറാത്ത് സഭ ഏറ്റെടുത്തു. ആ സമയത്ത് ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ സമരം ആരേറ്റെടുക്കുന്നത്? ഗുജറാത്ത് സഭ ഏറ്റെടുക്കുക. ഗുജറാത്തിലെ ഒരു ജില്ലയാണ് ഖേദ എന്ന് പറയുന്നത്, അല്ലെ? അവിടുത്തെ കർഷകരുടെ ദുരിതം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആവശ്യപ്രകാരം ഗാന്ധിജി ഏറ്റെടുക്കുന്നു, അഥവാ ഗുജറാത്ത് സഭ ഏറ്റെടുക്കുന്നു. 1918 മാർച്ച് മാസം 22-ന് നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗുജറാത്ത് സഭയുടെ കീഴിൽ ഗാന്ധിജി ഈ സമര ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ ആ സന്നദ്ധ സേവകരോട് എന്ത് പറഞ്ഞു? നിങ്ങൾ നികുതി നൽകേണ്ടതില്ല. അങ്ങനെ ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ഈ കർഷകര് നികുതി നൽകിയില്ല, അല്ലെങ്കിൽ നികുതി നൽകാതെയായി. നികുതി നൽകാത്തപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നികുതി നൽകാത്ത കർഷകരിൽ നിന്ന് അവരുടെ കൃഷിക്ക് നിലമൊരുക്കുന്ന കന്നുകാലികളെ കണ്ടുകെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്രയും നികുതി ലേറ്റ് ആയിട്ടുണ്ട്, അതിന് പിഴ കൊടുക്കണം. പിഴ ഉൾപ്പെടെ നികുതി നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുമെന്ന് ആദ്യം നോട്ടീസ് നൽകി. എന്നിട്ട് നൽകാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കന്നുകാലികൾ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നത് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾ മോഹൻലാൽ പാണ്ഡെയും ശങ്കർലാൽ പരീഖുമാണ്. മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേലും. നേതൃത്വം നൽകിയ സംഘടന ഗുജറാത്ത് സഭയായിരുന്നു. ആ സമയത്ത് ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ഗാന്ധിജിയായിരുന്നു. 1900 മാർച്ച് 22-ന് നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗുജറാത്ത് സഭയുടെ കീഴിൽ ഗാന്ധിജി സന്നദ്ധ സേവകരോട്, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന കർഷകരോട് പറഞ്ഞു, നിങ്ങൾ നികുതി നൽകേണ്ടതില്ല. അങ്ങനെ നികുതി നൽകാത്ത കർഷകരുടെ കന്നുകാലികളെ കണ്ടുകെട്ടുകയും പിഴ ഈടാക്കുന്നുള്ള താക്കീത് നൽകുകയും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? കർഷകർ കൂടുതൽ ദുരിതത്തിലായി. കൃഷിഭൂമി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കൃഷിഭൂമിയിലെ വിളവ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗുജറാത്തില് പ്രധാനമായും ചെയ്തിരുന്നത് ഉള്ളിക്കൃഷിയായിരുന്നു. ഈ മോഹൻലാൽ പാണ്ഡെയൊക്കെ ഉള്ളി കർഷകരായിരുന്നു കേട്ടോ. മോഹൻലാൽ പാണ്ഡെ എന്ന് പറയുന്ന പ്രാദേശിക നേതാവ്. അങ്ങനെ ആയപ്പോ ഗാന്ധിജി പറഞ്ഞു, നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാം. ബ്രിട്ടീഷുകാരെ ഭൂമിയല്ലേ കൈവശപ്പെടുത്തിയുള്ളൂ, നമുക്ക് കർഷകരുടെ ദുരിതം മാറ്റാൻ നിങ്ങൾ നികുതി കൊടുക്കേണ്ടതില്ല, പകരം നിങ്ങൾ കൃഷി ചെയ്ത വിളവ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യൂ? വിളവെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് പ്രാദേശിക നേതാവായ മോഹൻലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു? ജനങ്ങള് ഉള്ളി നീക്കം ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് ജപ്തി ചെയ്ത ഭൂമി അതിൽ അതിക്രമിച്ച് കയറി ഉള്ളി ശേഖരിച്ചു, ഉള്ളി വിളവെടുത്തെന്ന് ആരോപിച്ചുകൊണ്ട് മോഹൻലാൽ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഉള്ളിക്കള്ളൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കേസ് ചോദിക്കാറുണ്ട്, ഉള്ളിക്കള്ളൻ എന്ന ബ്രിട്ടീഷുകാർ പരിഹസിച്ചത് ഏത് പ്രാദേശിക നേതാവിനെ? മോഹൻലാൽ പാണ്ഡെ. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പൊ ഗാന്ധിജി ആദ്യം പറഞ്ഞു നികുതി കൊടുക്കരുത്. അങ്ങനെ നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ ബ്രിട്ടീഷുകാര് കർഷകരുടെ കന്നുകാലികളെ ജപ്തി ചെയ്തു, നികുതി നൽകാൻ താക്കീത് നൽകി, കൃഷിഭൂമി പിടിച്ചെടുത്തു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, എന്ത്? കൃഷിഭൂമിയിൽ നിന്ന് നിങ്ങൾ ചെയ്ത കൃഷിയുടെ വിളവ് എടുത്തോളാൻ പറഞ്ഞു. അതുപ്രകാരം ഗാന്ധിജിയുടെ ആവശ്യപ്രകാരം ജനങ്ങൾ ചെയ്തു. അതിന് നേതൃത്വം നൽകിയത് മോഹൻലാൽ പാണ്ഡെ ആയിരുന്നു. മോഹൻലാൽ പാണ്ഡെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സമരം അവിടെ അവസാനിച്ചോ? ഇല്ല. വീണ്ടും ഗാന്ധിജി ഇടപെടുകയാണ്. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ ഗാന്ധിജി ഇടപെട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് അധാർമികമാണ്, ഇതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ നൽകണം. ഓക്കെ, അങ്ങനെ
ബ്രിട്ടീഷുകാർ പറഞ്ഞു എങ്കിലും ഒരു കാര്യം ചെയ്യേ, സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടിച്ചു തീർത്താൽ, സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക പരമ്പരാഗതമായിട്ട് ഒരുപാട് കൊടുക്കാനുണ്ട് സമ്പന്നര്. ആ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടിച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ സാധാരണക്കാരായ ചെറുകിട കർഷകരുടെ കടം എഴുതിത്തള്ളാമെന്ന് എന്ത് ചെയ്തു? ഭരണകൂടം ഉറപ്പു നൽകി. ഓക്കെ, അത് പ്രകാരം എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ ഖേദ സത്യാഗ്രഹം പിൻവലിക്കുകയാണ്. പക്ഷേ ഈ സമരത്തിന്റെ ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒട്ടും അനുകൂലമായിരുന്നില്ല. ഈ സമ്പന്നരായ ആൾക്കാര് നികുതി കൊടുക്കുവോ? അവര് പരമ്പരാഗത നികുതി കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവിടെ നികുതി കുടിശ്ശികയായത്. ഏ അവര് നികുതി കുടിശ്ശിക അടച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാമെന്ന് പറഞ്ഞ് ഭരണകൂടം എഴുതി ഒപ്പിട്ട് നൽകി. പക്ഷെ അവിടെ ആരെ കൊടുക്കേണ്ടേ? സമ്പന്നര് കൊടുക്കണം. സമ്പന്നര് കൊടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഖേദ സത്യാഗ്രഹത്തിൽ നികുതി ഒഴിവാക്കിയെങ്കിലും ചുരുക്കം ചിലർക്ക് മാത്രമാണ് അതിന്റെ ആനുകൂല്യം ലഭിച്ചത്. പക്ഷെ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്താ? വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഈ സത്യാഗ്രഹത്തിലൂടെ സാധിച്ചു. സമരം ചെയ്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെ കൊണ്ട് അനുകൂലമായ തീരുമാനമെടുക്കാമെന്നും സാധാരണക്കാരായ കർഷകരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകർക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ ഖേദ സത്യാഗ്രഹത്തിന്റെ മാതൃകയിൽ ഒട്ടനവധി പ്രാദേശിക സമരങ്ങൾ പിൽക്കാലത്തുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നിസ്സഹകരണ സമരത്തിന്റെ മുൻഗാമി എന്നോ ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം എന്നോ വിളിക്കുക. മനസ്സിലായോ? ചമ്പാരൻ വിജയമായിരുന്നു, അഹമ്മദാബാദ് മിൽ സമരം വിജയമായിരുന്നു. എന്നാൽ ഖേദ സത്യാഗ്രഹം അത്രയും വിജയമാണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ നിസ്സഹകരണ സമരം അനുസരിച്ച് നോക്കിയാൽ ഒരു പരിധിവരെ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട വിജയമാണെന്ന് കണക്കാക്കാം. സിമ്പിൾ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. ഖേദ സത്യാഗ്രഹം, ഖേദ കർഷക സമരം 1918. ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നികുതി നിഷേധ സമരമാണ് വിശേഷണം ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരം. ഖേദ സത്യാഗ്രഹത്തിലൂടെ ദേശീയ നേതാവായി മാറിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. ഇത് ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിച്ചു. ക്ഷാമം വിലയിരുത്തുവാനെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെറ്റായ സ്ഥിതിവിവര കണക്കുകൾ നൽകിയതിനാൽ കർഷകർക്ക് ആനുകൂല്യം ലഭിച്ചില്ല. പ്രാദേശിക നേതാക്കൾ മോഹൻലാൽ പാണ്ഡെയും ശങ്കർലാൽ പരീഖും, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, ഇടപെട്ട രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ ആരൊക്കെ? രവിശങ്കർ വ്യാസും വല്ലഭായ് പട്ടേലും. തുടർന്ന് വല്ലഭായ് പട്ടേലിന്റെ ആവശ്യപ്രകാരം ഗാന്ധിജി ഇടപെടുന്നു. ഈ സമരം തുടർന്ന് നേതൃത്വം ഏറ്റെടുത്തത് ഗുജറാത്ത് സഭ. ആ സമയത്ത് ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു ഗാന്ധിജി. 1918 മാർച്ച് 22 നദിയാദ് എന്ന സ്ഥലത്ത് വെച്ച് ഗുജറാത്ത് സഭയുടെ കീഴിൽ ഗാന്ധിജി സന്നദ്ധ സേവകരോട് നികുതി നിഷേധത്തിന് ആഹ്വാനം ചെയ്തു. തുടർന്ന് നികുതി അടയ്ക്കാത്ത കർഷകരിൽ നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കന്നുകാലികൾ കണ്ടുകെട്ടുകയും പീഡ ഈടാക്കുന്നതിനുള്ള താക്കീത് നൽകുകയും കൃഷിഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. ഗവൺമെന്റ് അധാർമികമായി കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിലെ ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. മോഹൻലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി നീക്കം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ഉള്ളിക്കള്ളൻ എന്ന് വിളിക്കുകയും ചെയ്തു. സമൂഹത്തിലെ സമ്പന്നർ അവരുടെ നികുതി കുടിശ്ശിക അടച്ചു തീർത്താൽ പാവപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാമെന്ന് ഭരണകൂടം രേഖാമൂലം ഉറപ്പു നൽകി. അത് പ്രകാരം സമരം അവസാനിപ്പിച്ചു. പക്ഷേ ചുരുക്കം ചിലവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിച്ചത്. പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ? വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകർ സാധാരണക്കാരായ കർഷകരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുവാനും അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനും സാധിച്ചു എന്നതാണ്. അപ്പോൾ വിദ്യാസമ്പന്നരായ പൊതുപ്രവർത്തകരെ സത്യാഗ്രഹ സമരത്തിലേക്ക് ആകർഷിക്കാൻ ഈ സത്യാഗ്രഹത്തിലൂടെ സാധിച്ചു. അതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണ സമരമെന്നോ നിസ്സഹകരണ സമരത്തിന്റെ മുൻഗാമി എന്നോ നമുക്ക് ഖേദ സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ആധികാരികമായി PSC ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റായി രേഖപ്പെടുത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യും. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നും നമുക്ക് ഇത്തരം ക്ലാസ്സുകൾ നൽകുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ PSC പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കുവാൻ അതിയായ ആഗ്രഹമുണ്ടാകും. അവർക്കും ഈ ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.